അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമാണ്. എന്തൊക്കെ തന്നെയായാലും ഷെഫി ഉസ്താദ് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഇഷ്ടം അങ്ങോട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് മൂപ്പര് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലെങ്കിലും ഞാൻ വിജയിച്ചവളാണ് എല്ലായിടത്തും. അവൾ സ്വയം പുകഴ്ത്തിക്കൊണ്ട് മനസ്സിൽ വിചാരിച്ചു. ഷെഫിക്ക. സ്നേഹത്തോടെ അവളുടെ ആ വിളി ഉമ്മയുടെ അടുക്കൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഷെഫിക്ക. ഷെഫിക്ക. നേരെ ഷെഫി ഉസ്താദിൻ്റെ തോളിലൂടെ കൈയിട്ട്, ഷെഫിക്ക മതിയില്ലേ സംസാരിച്ചത്? വരി, ഇനി കുറച്ച് സമയം നമുക്ക് ഒന്ന് കറങ്ങാൻ പോവാം. എന്താ വേണ്ടേ നീ പറയുന്നത്? ഷെഫിക്ക് എണീക്ക്. ഉസ്താദിൻ്റെ കൈകൾ പിടിച്ച് സീനത്ത് വലിക്കുന്നു. ഉമ്മ അത് കണ്ടപ്പോൾ ശരിക്കും വിചാരിച്ചു, എന്താ റബ്ബേ ഇത്ര ബഹുമാനമില്ലാത്ത രീതിയിൽ. ഷെഫിക്ക് ഒന്ന് എണീറ്റേ, ഇത് വരുന്നു. അപ്പോഴേക്കും ഷെഫി ഉസ്താദ് അതിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താ പറയുന്നത്? അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നാലോ? എങ്ങോട്ട്? ഈ നോമ്പ് കാലത്ത് കാര്യങ്ങളിൽ കറങ്ങാൻ പോകും. നിനക്ക് എന്തിൻ്റെ കേടാ? അതല്ല, ജസ്റ്റ് ഒന്ന് പോകാനും പാടില്ലേ? എന്താ ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ? പിന്നെ വീട്ടിൽ നിന്ന് അവരൊക്കെ വരൂലേ ഇഫ്താറിന്? ഇൻഷാ അല്ലാ വരുമല്ലോ. ഷെഫിക്ക ഇങ്ങോട്ട് വന്നേ. എന്ത് ഭംഗിയാലേ ഇവിടേക്ക് ഇങ്ങനെ കാണാൻ, എന്ത് രസാല. പിന്നെ ഷെഫി ഉസ്താദിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അവൾ ഷെഫി ഉസ്താദിനെ സ്നേഹം കൊണ്ട് വലയിൽ വീഴ്ത്തുന്ന പോലെ, എന്തെന്നറിയില്ല, വല്ലാത്ത രീതിയിലുള്ള ഒരു സ്നേഹം. ഉമ്മാക്കും തന്നെ ഈ ഒരു സ്നേഹത്തിൽ ചെറിയൊരു മനസ്സിന് സന്തോഷമുണ്ട്, എങ്കിലും ചെറിയൊരു പേടിയുണ്ട്. എന്താ റബ്ബേ ഇത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണത്? എല്ലായിടത്തും ഉണ്ടല്ലോ മാപ്പിളി പെണ്ണുങ്ങളൊക്കെ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ റബ്ബേ? പഠിച്ചോനെ നല്ല ബുദ്ധി കൊടുക്കല്ല. അപ്പോഴും ആ ഉമ്മ അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ നോക്കുന്ന നല്ലൊരു പെണ്ണാവണം, അത് എനിക്ക് ആഗ്രഹമായിരുന്നു. ഇപ്പം അതൊക്കെ ശരിയായി വരുന്നുണ്ട്. ഓൻ്റെ കാര്യത്തിനൊക്കെ ഓള് നല്ല രീതിയിൽ ഇടപെടുന്നൊക്കെയുണ്ട്. ആ ദിവസം സീനത്ത് ഷെഫി ഉസ്താദിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കൈകൾ വെല്ലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഷെഫിക്ക, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അതല്ല, നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഗൾഫിനെ കുറിച്ച് എന്തോ ഒരു കാര്യങ്ങളൊക്കെ. ഗൾഫ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പാവപ്പെട്ട പ്രവാസികളാണ് ഓർമ്മ വരിക. അതിനെന്താ, നല്ല ക്യാഷ് കിട്ടുമല്ലോ, നല്ല ക്യാഷ് ഉണ്ടാകും, പിന്നെ ഇഷ്ടം പോലെ ജീവിക്കുക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് അവിടെ. ഷെഫിക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ വീടൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ? വീട് എന്താ ഇപ്പോൾ ഈ വീടിന് കുഴപ്പം? അല്ല, വീട് ഓടിട്ടതാണല്ലോ, അതുകൊണ്ട്. അതിനെന്താ പെണ്ണേ, ഓടിട്ട വീട് ഇപ്പം എല്ലാവരും ഓടാക്കുന്നത്. കാരണം എന്താ? ഓടല്ലേ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ളത്. അതല്ല, നമ്മൾ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണം. എന്തപ്പോൾ പ്രോബ്ലം? ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ. കല്യാണത്തിന് വേണ്ടിയൊക്കെ സെറ്റാക്കിയതായിരുന്നു. അതല്ല, എനിക്ക് എന്തെന്നറിയില്ല, നമ്മളെ വീടൊക്കെ ഒന്ന് ശരിക്കാക്കിയിട്ട് നല്ലൊരു വാഹനമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കണം. ഷെഫി ഉസ്താദിൻ്റെ കൂടെ എനിക്ക് കാറിൽ യാത്ര ചെയ്യണം, അതൊക്കെയാണ് ആഗ്രഹം. എനിക്ക് എത്ര ഇഷ്ടമാണോ നിങ്ങളെ. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കൂലേ? നല്ലതാണെങ്കിൽ സ്വീകരിക്കും. അല്ല, ഇതിനു മുമ്പ് നീ എന്നോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിൽ പോകണം നിനക്കൊരു വാശി ഉണ്ടായിരുന്നല്ലോ, അതെന്തിനായിരുന്നു? പൊന്നു ഇക്ക, അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങളോട് എത്ര കഷ്ടപ്പെട്ടാലും ആകെ കുറഞ്ഞ രീതിയിലുള്ള ക്യാഷ്, അതുകൊണ്ട് എങ്ങനെ കഴിയാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. സീനത്തെ, ഞാനും എൻ്റെ ഉമ്മയും വളരെയധികം അന്തസ്സോടു കൂടി ഇവിടെ കഴിഞ്ഞതാണ് ഇത്രയും കാലം ഈ ഒരു വീട്ടിൽ. ഇനിയിപ്പോൾ ഇതിനെന്ത് കുഴപ്പമുള്ളത്? കുഴപ്പമുണ്ടായിട്ടൊന്നല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വേണ്ടേ? അതിന് ഞാൻ എന്താ വേണ്ടത്? ഇക്ക, നിങ്ങൾക്ക് ഒന്ന് വിദേശത്ത് പോയിക്കൂടെ? എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ വിടൂല, നിങ്ങൾ പോകണ്ടെന്നേ പറയുള്ളൂ. ഇതെന്താ റബ്ബേ നേരെ തിരിച്ച്? പൊയ്ക്കോളി എന്ന് പറഞ്ഞു വിടാൻ. സീനത്തെ, ഞാൻ പോയിട്ട് നിനക്കെന്താ? നിനക്കെന്തെങ്കിലും സമാധാനം കിട്ടുമോ? സമാധാനം എന്നല്ല, കുറച്ച് ക്യാഷ് കിട്ടുമല്ലോ. ആ ക്യാഷ് കൊണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊന്ന്, അല്ലെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് നന്നാക്കിയാൽ. സീനത്തെ, അതിനെന്താ കുഴപ്പം? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ വീടിന്, അൽഹംദുലില്ലാ റാഹത്തനാണ്. ഇത്രയില്ലാത്ത എത്ര ആളുകളുണ്ട്?
ഉസ്താദ് അല്പം ശബ്ദത്തിലാണ് അത് പറഞ്ഞത്. അതെ, ശബ്ദമൊന്നും ഉണ്ടാക്കില്ല ഷെഫിക്ക് എന്താ ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ദേഷ്യമൊക്കെ ആർക്കായിരുന്നു? എനിക്കിവിടെ നന്നായിട്ടറിയാം. അതൊക്കെ അങ്ങ് മറന്നേക്ക്, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റൂലേ? സീനത്ത് നല്ല രീതിയിൽ തന്നെയാണ് സോപ്പിടുന്നത്. ഇനിയിപ്പോൾ വീട്ടുകാരൊക്കെ വരും ഇഫ്താറിന്. ഉഷാറാക്കാം, കുഴപ്പമില്ല. ഉമ്മ, എനിക്ക് ഇന്ന് മദ്രസ വരെ ഒന്ന് പോവാണ്ട്, ഷെഫി ഉസ്താദ് ഉമ്മയോട് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അവൾ വന്നു. അല്ല, എന്തു പറ്റി? എന്തിനിന്ന് മദ്രസയിലേക്ക് പോകുന്നത്? അത് ഇന്ന് എനിക്ക് പോകാണ്ട്, അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷെഫിക്ക പോയിട്ട് ഇന്ന് തന്നെ വരുമോ? അവളുടെ ആ ഒരു ചോദ്യം. എന്താ, ഞാൻ ഇന്ന് തന്നെ വരണോ അതോ നാളെ വന്നാൽ മതിയോ? അത് 2 ദിവസം കഴിഞ്ഞിട്ടോ? അത് ബുദ്ധിമുട്ടണ്ട, 2 ദിവസം കഴിഞ്ഞായാലും മതി. അവളുടെ ഉത്തരം കേട്ട് ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. എല്ലാവരും ഹസ്ബൻഡിനെ വേഗം വരണം, ഇന്ന് വരണം എന്നൊക്കെ പറയില്ല, ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? ആന്നേ, എന്തിനാ ബുദ്ധിമുട്ടാവുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിക്കൂലേ? പിന്നെയെന്ന് വെച്ചാൽ ഒന്നിങ്ങോട്ട് മാറി നിൽക്കുമ്പോഴൊരു സന്തോഷമല്ലേ? സത്യം പറഞ്ഞാൽ അവളുടെ വാക്കുകൾ കേട്ട് ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയാണ് വന്നത്. റബ്ബേ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളൂ, പക്ഷേ അപ്പോഴേക്കും അവളെന്ത് ഇങ്ങനെ പറയുന്നത്? കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പ് എനിക്കറിയുന്നില്ല, പക്ഷേ കൊഞ്ചിക്കലും കുഴയലും അത് കുറച്ച് കൂടുതലുണ്ട്. പെട്ടെന്ന് നമ്മൾ റൂമിലേക്ക് പോയിട്ട് അതാ ഉസ്താദിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നു. ഉസ്താദ് അങ്ങോട്ട് കയറി ചെന്നു. സീനത്തെ, എന്താ ഇതെന്താ ഷർട്ട്സൊക്കെ അയൺ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് വേണോ? അതൊക്കെ ഒരു ഭാര്യയുടെ കടമയല്ലേ? പിന്നെ ഭർത്താവ് ജോലി സ്ഥലത്തേക്ക് പോകല്ലേ, അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയല്ലേ വരുള്ളൂ. ആര് പറഞ്ഞു? എനിക്ക് വേണ്ടി എന്തെങ്കിലും ക്ലാസ്സില്ലല്ലോ, വെറുതെ എന്തിനോട് പോയി നിൽക്കുന്നത്? എന്നാലും പള്ളിയിലൊക്കെ ഒന്ന് നിന്നൂടെ? അങ്ങനെയല്ലേ നല്ല ആൾക്കാരൊക്കെ ആകുമ്പോൾ. പിന്നെ എൻ്റെ നല്ല ഉപദേശം സ്വീകരിക്കാൻ കേട്ടോ. സീനത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പിന്നെ ചെയ്യുക? അതെ ഇക്ക, ഈ ബാഗിലിട്ടാൽ മതിയോ? എന്ത്? അല്ല, ഡ്രസ്സൊക്കെ 2-3 ദിവസത്തിനൊക്കെ പോകുമ്പോൾ വേണ്ട. ഞാൻ ചിലപ്പോൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരും. എനിക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അല്ലോ, അങ്ങനെയൊന്നും വരണ്ട കേട്ടോ. എന്തിനങ്ങനെയൊക്കെ വരുന്നത്? ബുദ്ധിമുട്ടായി വരണ്ടേ? പിന്നെ രാത്രി വരെ തന്നെ നിർത്തണം. അതാണ് ഞങ്ങളോട് പറഞ്ഞ ഗൾഫിൽ പോയിക്കോളി, എന്നാൽ ആവശ്യത്തിന് പണം കിട്ടുകയും ചെയ്യും, ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല. ആര് പറഞ്ഞു ഗൾഫിൽ കഷ്ടപ്പാടില്ല എന്നുള്ളത്? അതല്ല, അങ്ങനെ പൊതുവെ കാണാറില്ലല്ലോ, അതാ പറഞ്ഞത്. അപ്പോൾ നീ എന്നെ ഗൾഫിലേക്ക് തന്നെ കയറ്റിവിടാനുള്ള പരിപാടിയാണല്ലോ. എന്ത് കാര്യത്തിനാ? ഞാൻ പറഞ്ഞല്ലോ, സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കണേ ഏറ്റവും നല്ലത്. അവിടെ പോയാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തായാലും പോകണം. പിന്നെ പോക്കൊന്നും ഉണ്ടാവില്ലെന്നേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെയും കൊണ്ടുപോകണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പൊന്നിക്കാനോടല്ലാതെ ആരോട് പറയാനാ? അവളുടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദ് വരെ തോറ്റു പോവുകയാണ്. എടിവെണ്ണേ, എന്നെ നീ ഗൾഫിലേക്ക് അങ്ങോട്ട് പറഞ്ഞേക്കുക, പിന്നെ നീ എൻ്റെ കൂടെ ഗൾഫിലേക്ക് വരും. ഒരുപാട് സ്വപ്നങ്ങളാണുണ്ട് നിനക്ക്. ഞാൻ വിചാരിച്ചിരുന്നു നീ അന്നങ്ങനെ മൂഡ് ഓഫായി നിൽക്കുമ്പോഴേ പഠിച്ചവനെ എൻ്റെ ജീവിതം ആകെ കൊള്ളായോ എന്നുള്ളത്. അയ്യേ, എന്താ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? എന്നാൽ ഈ സമയം ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ആവലാതി ഉണ്ടായിരുന്നു. റബ്ബേ, കൂടുതലായിട്ട് ഇങ്ങനെ സ്നേഹം കാണിക്കുമ്പോഴതാകുമ്പോഴൊക്കെ എനിക്കൊരു പേടിയും ബേജാറും തോന്നാണ്. പഠിച്ചവനെ, ഈ പെണ്ണിനൊന്നും അസുഖമൊന്നുമില്ല ഞാൻ മതിയായിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടി എന്തോ ഒരു നല്ല മോനായിരുന്നു. ഇപ്പം എന്തൊക്കെ തന്നെയായാലും ഓളിങ്ങനെ വിളിച്ചു കൊടുത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു പ്രയാസം ഒന്നും എനിക്കില്ല, സന്തോഷമേ ഉള്ളൂ. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അതാണ് എനിക്ക് കാണേണ്ടത്. അത് കണ്ടിട്ട് മരിച്ചാൽ മതി പഠിച്ചോനെ. ആ ഉമ്മയുടെ മനസ്സിൽ അപ്പോഴും അതുതന്നെയായിരുന്നു. പക്ഷേ സീനത്തിൻ്റെ പെരുമാറ്റം, കൂടുതലായുള്ള സ്നേഹം ചൊരിയൽ, അതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊരു തോന്നലും ഇല്ലാതില്ല. പാവം ഷെഫി ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സീനത്ത്, അവളുമായിട്ട് നല്ല രീതിയിൽ കഴിയണം, അവളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണം എന്നായി ഉസ്താദിൻ്റെ ചിന്തകൾ. അവളുടെ ഇക്ക എന്നുള്ള ആ ഒരു വിളിയിൽ എല്ലാം ഇല്ലാതായി പോകുന്ന രീതിയിലാണ്. ഷെഫിക്ക, ഇവിടെ വരി. എന്താ? അല്ല, പോകാൻ സമയമായില്ലേ? എപ്പോഴാണ് പോകുന്നത്? അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. പിന്നെ അവിടെ ഒരു ഇഫ്താറുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വരുള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ. ധൃതി വേണ്ട, ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം അവിടെ നിന്നോളൂ, നിന്നിട്ടൊക്കെ വന്നാൽ മതിയെന്ന്. ധൃതി പിടിച്ച് ഓടൊന്നും വേണ്ട, അങ്ങനെയൊക്കെ തന്നെ അല്ലേ.
ഭാര്യയുടെ ഈ സംസാരത്തിലാണ് ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വേദനിക്കുന്നത്. എന്തിനായിരിക്കും അവൾ എന്നെ 2-3 ദിവസമൊക്കെ അവിടെ നിർത്തുന്നത്? അവിടെ നിർത്തിയിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ? അതുകൊണ്ട് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉദിച്ചു. ഷെഫി ഉസ്താദ് പറഞ്ഞു, ഡ്രസ്സും ബാഗൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, മദ്രസ തുറന്ന് പോവല്ല. അതിനു മുമ്പ് ജസ്റ്റ് അവിടേക്കൊന്ന് വിളിച്ചപ്പോൾ ഒന്ന് പോവാന്ന് മാത്രം, അല്ലാതെ വേറൊന്നുമല്ല. അതിനെന്തേ, നല്ലത് കൈ പിടിച്ചൂടെ? അഥവാ അവിടെ നിൽക്കണം തോന്നുകയാണെങ്കിലോ? എന്തിനെ? ഷെഫി ഉസ്താദ് ആ ബാഗ് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടു. അതെ, ഞാൻ പോയിട്ട് തിരിച്ചു വരും. സീനത്ത് ഒന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സിൽ ദേഷ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് മദ്രസയിലേക്ക് പോവുകയാണ്. ഉമ്മ, പോയിട്ട് വരാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങ്, കയറി, എന്തെങ്കിലുമൊക്കെ ചെയ്തോളി. എന്താ നിനക്ക് ദേഷ്യം? അല്ല, ഒന്നുമില്ല, ദേഷ്യം ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്നതാണോ അതോ പുറത്തേക്ക് പോകുന്നതാണോ ഇഷ്ടം? അത് പിന്നെ ഏതൊരു പെണ്ണുങ്ങളും പറയല അങ്ങനെ തന്നെയല്ലേ. പുറത്തേക്ക് പോവുക, ക്യാഷ് ഉണ്ടാക്കുക, അതേ പറയുള്ളൂ. അതേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ അതിനെന്തിനൊന്നും നിൽക്കേണ്ട. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ വേഗം ഒരു വിസമ്മൽ കയറുക. അതന്നെ. അങ്ങനെ അവിടുത്തെ പണി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ നല്ല സാലറിയിൽ ജീവിക്കുക. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും. അപ്പോൾ ഞാൻ 2-3 ദിവസമൊക്കെ നിൽക്കാൻ പറഞ്ഞത് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ കുറേ ദിവസമല്ലേ, അപ്പോൾ ഒന്ന് മാറി നിന്ന് ശരിയായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് പറ്റിയില്ല. പെട്ടെന്ന് അത് ഒഴിവാക്കി. എന്താന്നില്ല, വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളി, ഞാനൊരു ട്രയൽ തന്നു എന്ന് മാത്രം. എന്തിന്? ഉറങ്ങാനും കിടക്കാനൊക്കെ. അതൊക്കെയെന്ന് വെച്ചാൽ അവനാൻ്റെ ഇഷ്ടം പോലല്ലേ. ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ഉറങ്ങാനൊന്നും കഴിയില്ല. അതിനൊക്കെ ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെഫിക്ക് അപ്പോഴേക്ക് ദേഷ്യപ്പെടല്ലേ പൊന്നെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, മദ്രസയിലെ ഉസ്താദുമാരോടൊക്കെ ഒന്ന് പറഞ്ഞു വന്നോണ്ടിട്ടോ. ഈ പ്രാവശ്യം മദ്രസ തുറക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന്. അതെന്താടി? അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ ഗൾഫിലേക്ക് പോകുമെന്ന്, അതാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ലേ. അവൾ വീണ്ടും ഷെഫി ഉസ്താദിനെ ഓരോന്ന് പറഞ്ഞ് അതാ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതെ ഷെഫിക്ക, അപ്പോൾ പറഞ്ഞു വരണം കേട്ടോ. പിന്നെ വൈകാതെ തന്നെ വിസൻ്റെ ടിക്കറ്റിന് കാര്യമൊക്കെ ശരിയാക്കുക, പറക്കുക. അല്ലാതെ ഇവിടെ നിന്നിട്ട് എന്ത് കിട്ടാനാ? സിനാനെ മാക്സിമം അതാ ഗൾഫിലേക്ക് തന്നെ പറഞ്ഞയക്കുവാൻ വേണ്ടി അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവളുടെ നിരന്തരമായുള്ള ആ ഒരു വാക്കുകൾ കേട്ട്, അല്ലെങ്കിലും എന്നും ഓരോന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് അങ്ങ് ചായുമല്ലോ, അതുപോലെ ഉസ്താദിൻ്റെ മനസ്സിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ എന്നൊരു സംശയം ഇല്ലാതെയില്ല. പ്രിയപ്പെട്ട ഭാര്യ നല്ല രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും പണ്ട് കാലത്ത് ഒരു ചൊല്ലുണ്ട്, ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഒരാണിനെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മൺകലം ഉണ്ടാക്കുന്നതിന് തുല്യമായിരിക്കുന്ന, അതായത് ഏത് ഷേപ്പിലും മാറ്റിയെടുക്കാൻ ഏതൊരു പെണ്ണിനും കഴിയുമെന്നാണ്. നമ്മുടെ ഷെഫി ഉസ്താദ് അവൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുമോ? ഗൾഫിലേക്ക് പോകുമോ? അതോ ഇവിടെ തന്നെ നിൽക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അവളുടെ ഇഷ്ടങ്ങൾ ഗൾഫിലേക്ക് പോകണമെന്നാണ്. എന്നാൽ ഉമ്മക്കിഷ്ടം ഇവിടെ ഒരു ഉസ്താദായി ആലിമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.